കൊച്ചിയിൽ വീണ്ടും ലഹരി വേട്ട. കൊച്ചിയിൽ 391 ഗ്രാം MDMA-യുമായി ബോഡി ബിൽഡർ പിടിയിലായിട്ടുണ്ട്. എടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. നേരത്തെ കൊച്ചിയിൽ അറസ്റ്റിലായ ലഹരി പാർട്ടികളിലെ പ്രധാന ഡ്രഗ് ഡീലർ കെവിന്റെ കൂട്ടാളിയാണ് ഇയാളെന്നും പോലീസ് പറയുന്നുണ്ട്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പിടിയിലായത് ചെറിയ പുള്ളിയല്ല, എന്താണ് സംഭവം? പൂജ, ഗുഡ് മോർണിംഗ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത്. എടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. 391.3 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. ഇയാൾ ഒരു ബോഡി ബിൽഡറാണ്. ഇയാളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഈ കുമരകത്ത് ഇയാൾക്ക് ലഹരി എത്തും, അവിടെ പോയി കുമരകത്ത് ലഹരി കളക്ട് ചെയ്ത് ഇവിടെ കൊച്ചി നഗരത്തിൽ ബൈക്കിൽ വിതരണം ചെയ്ത് പോവുകയാണ് ഇയാളുടെ രീതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏതാനും നാൾക്ക് മുൻപ് കൊച്ചിയിലെ ഡ്രഗ് പാർട്ടികളിലെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറായിട്ടുള്ള കെവിൻ അറസ്റ്റിലായിരുന്നു. ആ കെവിന്റെ കൂട്ടാളിയാണ് ഇയാൾ എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്, ഡാൻസർ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിൽ കെവിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായിരുന്നു. ഏകദേശം 4 പേർ അന്ന് പിടിയിലാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. കെവിൻ കൊച്ചി കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിൽ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ അഭിഭാഷകൻ ഉൾപ്പെട്ട ആ കേസിൽ കൂട്ടുപ്രതിയായി ഉൾപ്പെടുത്തുകയും ചെയ്ത ആളാണ് കെവിൻ. മാത്രമല്ല, കെവിനിൽ നിന്ന് ലഹരി പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇയാൾ വലിയ ലഹരി വിപണന ശൃംഖലയടക്കം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന മുഹമ്മദ് സാദിഖ് പിടിയിലായിരിക്കുന്നത്. എന്തായാലും നിർണായക അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ മാത്രം 12 ലക്ഷത്തോളം രൂപയുടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 12 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകളാണ് ഇയാൾ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടന്നത്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് വലിയ തുക എത്തി എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും.